ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് പച്ചരി ഇല്ലെങ്കിലോ അഥവാ പുട്ടിൻ്റെ പൊടി ഇല്ലെങ്കിലോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന തിരക്കുള്ള സമയത്താണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലുള്ള ഒരു പുട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയ അപ്പോൾ തന്നെ വാച്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പുട്ടിന് വേണ്ടി എടുത്തിരിക്കുന്നത് അവലാണ് എടുത്തിരിക്കുന്നത്. വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. വെള്ള അവൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. പുട്ടിന് വേണ്ടിയിട്ട് അവലെടുക്കുമ്പോൾ നമുക്ക് മട്ട അവലും എടുക്കാം, പിന്നെ വെള്ള അവലും എടുക്കാം. വെള്ള അവലെടുക്കുമ്പോൾ തീരെ നൈസായിട്ടുള്ളതുകൊണ്ട് അതെടുക്കാതെ കുറച്ച് കട്ടിക്കുള്ള വെള്ള അവൽ വേണം എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എടുത്തിട്ട് ഡയറക്റ്റ് എടുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എടുത്തിരിക്കുന്ന അവല് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്ത അവല് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് 4 ടേബിൾ സ്പൂണോളം വെള്ളം പിന്നെ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം സ്പൂൺ കൊണ്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തത്. പിന്നെ നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെ നോക്കിയാലേ നമുക്ക് അറിയത്തുള്ളൂ എത്രത്തോളം വെള്ളം വേണോ എന്നൊക്കെ അറിയത്തുള്ളൂ. ഇനി ഇതിലേക്ക് എത്ര വെള്ളം വേണമെന്ന് അറിയുന്നത് നമ്മൾ കൈകൊണ്ടൊന്ന് ഉരുട്ടി പിടിച്ച് നോക്കുമ്പോൾ, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് നോക്കുമ്പോൾ അത് നന്നായിട്ട് ബോളായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒന്ന് പൊടിക്കാൻ നോക്കുമ്പോൾ അത് ഈസിയായിട്ട് പൊടിഞ്ഞും പോകുന്നുണ്ട്. ആ രീതിയിലാണ് വെള്ളത്തിൻ്റെ കണക്ക് നമുക്ക് പുട്ടിന് വേണ്ടിയത്. ഇപ്പോൾ ഇതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. അവലിൻ്റേതാകുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല. നമുക്ക് ഉടനെ തന്നെ ഇത് ആവി കയറ്റി പുട്ടാക്കി എടുക്കാവുന്നതാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ നനച്ച് വെച്ച പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് കമത്തി വെച്ചിട്ട് ഇതിൻ്റെ ആ പാത്രം നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ചെറിയ ബൗൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് സാധാരണ ഉള്ള പുട്ടുകുറ്റിയിലല്ല വെക്കുന്നത്. അപ്പോൾ നമ്മളെടുത്ത അവലിൽ നിന്ന് തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ നനച്ചെടുത്ത് വന്നപ്പോൾ നമുക്ക് ഇതുപോലെ 2 പോർഷൻ കിട്ടിയിട്ടുണ്ട്. അതിന് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവിയേറ്റി എടുക്കുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. എപ്പോഴും പറയും പോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ വിലയേറിയ കമൻറ്റും രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. Thanks for watching.